ഹലോ ഗായ്സ് വാട്സപ്പിൽ നമ്മൾ പറയുന്നത് പുതിയ വീഡിയോസ് ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പൈഡർ ഫൈറ്റ് 3 സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. ജസ്റ്റ് കഴിഞ്ഞ പാർട്ട് കാണാത്തവരെല്ലാവരും പോയി ചെക്ക് ചെയ്യുക ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ പ്രോഗ്രസ്സുകളൊക്കെ ചെയ്ത്, കാരണം നമ്മളൊരു ബോസിനെ കൊന്ന് ഇച്ചിരി വോളിയം കുറച്ച് ഭയങ്കര വോളിയം ഒരു ബോസിനെയും കാലൊക്കെ നമ്മൾ കൊന്നിട്ടുണ്ട്, കാലൊക്കെ ഉണ്ടായിരുന്നു. ഒന്നല്ല 2-3 ബോസിനെ കൊന്നു ഗൈസ്. അതിലൊന്നും നമ്മൾ തന്നെയായിരുന്നു. പിന്നെ നമ്മളത് ആ കാണുന്ന ബോളില്ലേ ഗൈസ്, അങ്ങോട്ടേക്ക് പോയി നമ്മൾ അങ്ങോട്ട് അടുത്തേക്ക് പോയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ എന്തോ സാധനം വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചൊഴിച്ച് നമ്മളെന്തോ വെനം പോലെ ആയിട്ട് വേറെ സൂപ്പർ ഹീറോസ്, അതായത് ക്യാപ്റ്റൻ അമേരിക്ക, അയൺ മാൻ, ഹൾക്ക്, നമ്മളും അതിൻ്റെ അത് ഉള്ളിൽ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ ഡ്യൂപ്പ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് മുട്ടം ഫൈറ്റ് ആയിരുന്നു. അതിൽ എക്സിറ്റ് ആവാൻ പറ്റാ പാടുണ്ടല്ലോ ഗൈസ്. ഉടുക്കത്തെ പാടായിരുന്നു. അല്ല ഗൈസ്, അത് കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കുഴപ്പമില്ല ഗൈസ്. തൽക്കാലം നമുക്ക് നമ്മൾ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയുള്ളൂ ഗൈസ്. നമുക്ക് കളിച്ചു തുടങ്ങാൻ. നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ തൽക്കാലം നമ്മുടെ ഹാർട്ട് കാണിക്കണം. ഇന്നലെ നമ്മൾ അതിന് ഒരെണ്ണം ചെയ്തിരുന്നു ഗൈസ്. ഇന്നും നമുക്ക് ഒരെണ്ണം ചെയ്യാം ഗൈസ്. ഓക്കെ, ഇറങ്ങി അമ്മ ഗൈസ്. ഇതിൻ്റെ കൺട്രോൾസിനെ ഇതുവരെയായിട്ട് പഠിച്ചിട്ടില്ല ഗൈസ്. ചാട് ചാട് ചാട്. ഒയ്യോ, അറിയാതെ ഞാൻ നെട്ടുപോയി. ചാട് താഴേക്ക് ഇറങ്ങുന്ന ഈ ചെറുക്കൻ. ഇപ്പോൾ അങ്ങോട്ടല്ലെന്ന് താഴെ ചാടന്ന്. അത് തന്നെ ഭാഗ്യം ഗൈസ്. ഗൈസ്, ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഗൈസ്. എങ്കിൽ ഫുൾ അടിച്ചു വിട്ടേക്കാം ഗൈസ്. പിന്നെ അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിന് മേളിൽ നമ്മളുടെ ഒരു ഫ്രണ്ടും ആരിലൊക്കെ ഉണ്ട്, നമ്മളെ പോയി കാണാനെന്ന് പറഞ്ഞത്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഇതിൻ്റെ അടുത്ത് കൂടെ പോയപ്പോഴത്തേമേ ഇപ്രാവശ്യം ആവില്ലെന്ന് ഞാൻ കരുതുന്നു. അമ്മേ ഇപ്പം ചത്തേനെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പെറ്റിനെയൊക്കെ ചെയ്യാൻ പോലൊരു ഉണ്ടായിരുന്നു ഗൈസ്. അത് നമുക്ക് ഇത് ചെയ്യണോ? നമുക്ക് ഇത് ചെയ്തേക്കാം ഗൈസ്. ഒരു ദിവസം ഒരു മിഷൻ ചെയ്താൽ മതി, അതൊക്കെ മതി. അല്ല, എന്ന് ഞാൻ പറയൂല, എങ്കിലും ചെയ്യാം ഗൈസ്. പരസ്യം, ഇതാണ് എനിക്ക് ഈ ഗെയിമിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത പരസ്യം. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്ക് ഫ്രം. ഓക്കെ, സെറ്റ് ഫൈൻഡ്. ഓക്കെ സാർ പറഞ്ഞു, നമ്മുടെ ക്യാറ്റിന് എന്തോ അവരുടെ രക്ഷിക്കാനും കാരണമൊക്കെയാണ്. അതെന്തായാലും നമുക്ക് ചെയ്യാം. നമുക്ക് പറഞ്ഞോട്ടെ, ചാടി പറഞ്ഞ് പോടെ. ഇവനൊക്കെ എന്ത് കാണിക്കണത്? മിഷൻ ഇത് പറഞ്ഞു. അവർ തന്നെ മിഷൻ തന്നെയല്ലേ? ഇത് ഏത് മിഷനാന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. എന്തായാലും വന്നേ നോക്കി ഇവന്മാരൊക്കെ അങ്ങ് അടിച്ച് ഒതുക്കാൻ ഗൈസ്. ഇത് നടുക്ക് നിൽക്കുന്നവരോട് അത് ക്യാറ്റിനെ രക്ഷിക്കാനല്ലേ പറഞ്ഞു. ഇവനാണ് ഇനി ക്യാറ്റ്. അതോ ഫിനിഷിങ് മൂറിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഇവന്മാരൊക്കെ അടിച്ചിടാം ഗൈസ്. അമ്മ കിട്ടി. എൻ്റെ അടുത്ത് അമ്മ കിട്ടി. എൻ്റെ പിന്നെ അത് നല്ല. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പരസ്യം. ഇത് ഇവനാണ് എനിക്ക് ഏറ്റവും ഫ്ലവർ സെയിലർ. ഇവനെന്തിനാണ് നമ്മൾ കാണുന്നത്? അത് നമ്മൾ വേറെ മിഷനാണ് എടുത്തത്. അറിയാൻ പാടില്ല, എന്നാലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പട്ടീനെ ചെയ്യാൻ പോയാലോ? പട്ടീനെ പൂച്ചേനെ ചെയ്യാൻ പോകും. അമ്മേ. ഓക്കെ, ഇവിടെയും കുറേ പേരുണ്ട് ഗൈസ്. നമ്മൾ പുതിയതായിട്ട് അക്കൗണ്ടോ ഒന്നും ചെയ്തില്ല ഗൈസ്. ഓക്കെ, ചെയ്യാൻ ഗൈസ്. നമ്മളൊക്കെ ഇവന്മാരെ കൊല്ല പാട്ടെടുത്ത് അടിക്കാൻ പറ്റുമോ? പക്ഷെ അതെങ്ങനെയാണ് പാട്ടെടുക്കണമെന്ന് മനസ്സിലായില്ല. നമുക്കിനി എങ്ങോട്ട് പോകാം? ചത്തില്ലേ? ഓക്കെ, ഇതെന്തോ ക്യാറ്റ് എന്തോ വീട്ടിൻ്റെ 5 minutes ബിഫോർ അറൈവ് പ്രോബ്ലം മാറ്റൂ. അതെന്തോ സൈഡ് മിഷൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താ ഹെൽപ്പ് ദ ബിസിനസ് മാൻ ഡിസ്ട്രോയ് ദ ജനറേറ്റർ ഡിസ്ട്രോയ് ചെയ്യാം ഗൈസ്. ഈ ബിസിനസ് മാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. പറയാൻ പറ്റില്ല. അതിൻ്റെ നമുക്ക് തന്നെ പാര വെക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറ്റൂല ഗൈസ്. ഓക്കെ, നമുക്ക് തൽക്കാലം നമുക്കിനി എപ്പോൾ ഇങ്ങോട്ട് പോകണം? മെയിൻ മിഷനിലേക്ക് നമുക്കൊന്ന് പോയാലോ? മെയിൻ മിഷനിലേക്ക് പോകാം ഗൈസ്. ഞാനിതിൽ അന്തമൊന്നുമില്ലത് എങ്ങോട്ടേക്കോ പോയിക്കൊണ്ടിരിക്കുക. നല്ല കാര്യം. മെയിൻ മിഷൻ തന്നെ ചെയ്യാം. അമ്മ ഗൈസ്. ഇതെന്താ ഗൈസ്? എൻ്റെ പൊന്നെ കൺട്രോൾസ് ഒരുമാതിരി. അമ്മേ, അയൺമാനല്ലേ ഇത്? ഈ അയൺമാനെന്ന് ഇവിടെ കാര്യം? ചത്ത്
എൻ്റെ പൊന്നെ. ആ കിട്ടി. നമ്മൾ മറ്റേ വല വീഴുന്ന സാധനം വല വീറ അമ്മേ കിട്ടി ഗായ്സ്. ഇത് അയൺമാൻ്റെ ഡ്യൂപ്പ് കണ്ടില്ല ഗൈസ്. ആ പോർട്ടൽ തുറന്ന് കുറച്ച് പേരൊക്കെ ഇങ്ങോട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെയാണെങ്കിൽ അയൺമാൻ മെഷീൻ അടിക്കാം ഗൈസ്. ഏറ്റവും മേളിൽ പോട്ടെ, എന്നിട്ട് താഴെ മറ്റേ സാധനം എടുക്കുക. അപ്പോൾ ടിഷ്യൂ. പക്ഷേ കാര്യമായിട്ടൊന്നും പറ്റിയില്ല ഗൈസ്. അവന് കുഴപ്പമില്ല. അടിച്ചോണ്ടിരുന്ന അടിയടാ കൊട്ര. അയ്യോ. എൻ്റെ പൊന്നെ എന്തെന്താ വല വിടുന്ന സാധനം കുഴപ്പം കണ്ട മിസ്സാ. വലട്ട് നല്ലത്. പക്ഷെ നമുക്ക് ഡാമേജ് കിട്ടി ഗൈസ്. അമ്മേ ചത്ത്. ഇപ്പം ചാകും അമ്മേ. ഒരു 2 അടി കൂടെ ചത്ത. എൻ്റെ പൊന്നെ. നമ്മുടത്തെ കളിയവൻ്റെ എന്തോ ഭാഗ്യത്തിനോട് രക്ഷപ്പെട്ട ആരടുത്തും പറയേണ്ട കേട്ടോ ഗൈസ്. എൻ്റെ പൊന്നെ. ഇനി നമുക്ക് ആ ടെൻറ്റ് പോലത്തെ മെഷീൻ എന്താ അത് അവിടെ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. നമുക്ക് എൻട്രൊന്നും കൊടുക്കരുതേ. എൻ്റെ പൊന്നെ. ടെൻറ്റ് പോലത്തെ മെഷീൻ ഒന്ന് പോയി നോക്കാം ഉള്ളിലേക്ക്. ഇവന് ഡാൻസ് കളിക്കണ്. ഇതെന്താണാവോ കാഴ്ച. ഇത് മറ്റേ ആ വനത്തിൻ്റെ ഉള്ളിൽ പോലെ എന്തോ സാധനമുള്ള അമ്മേ. ചത്ത്. എൻ്റെ കിട്ടി. എൻ്റെ പൊന്നെ. ഇത് തടിമാടനാണ് ഇവൻ. എൻ്റെ പൊന്നെ. അവൻ ചത്താ. എൻ്റെ പൊന്നെ. ഇവിടെ നിന്ന് എക്സിറ്റ് ആവും പെട്ടെന്ന്. എൻ്റെ പൊന്നെ. എക്സിറ്റ് ആയി ഗൈസ്. അത് കിട്ടിയ ഒരു മാതിരത്തെ ഇതാണ് ഗൈസ്. എൻ്റെ പൊന്നെ. അതെനിക്ക് ഇഷ്ടമല്ല സാധനം. നമുക്കിനി ആ ജനറേറ്ററിൻ്റെ കേസ് നമുക്ക് പോയി സോൾവ് ചെയ്യാം. ചരട്ടി ശരി. കാലൊന്നും ഓടിയൂലടി. സ്പൈഡർമാൻ അല്ലേ പുള്ളേ. എവിടെ ഇതിൻ്റെ മണ്ടേ കയറാൻ പറ്റില്ല. പോലീസുകാരനല്ലേ ഇത്. പ്രോബ്ലം ബോസ്. ഗൈസ് ഇതെന്തോ വേറെ അത് മറ്റേ പോലീസുകാരുടെ ജനറേറ്റർ ഉണ്ട്. അവന്മാർ നമ്മുടെ എന്തോ പോലീസ് ഓഫീസിൻ്റെ താഴെ എന്തോ വച്ചേക്കണം. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഗൈസ്. താഴെ മേളിൽ വച്ചേക്കണം. അപ്പോൾ അവരെ ഒന്ന് ഡിഫീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് നാവെടുത്തില്ല. അപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി. ഇനി നമുക്ക് ഈ ഉമ്മാരെയൊക്കെ നമുക്ക് അടിച്ചൊതുക്കാം. അവന്മാർ ചവിട്ട് കൊടുത്ത് ആക്ടിവേറ്റ് ആവണ സംഭവം. അയ്യോ. പക്ഷേ മറ്റേ ആ സാധനത്തെ അടിക്കാൻ എങ്ങനെയെങ്കിലും നോക്കാം. നമ്മൾ ഗ്ലിച്ച്. എൻ്റെ പൊന്നെ. ഈ സാധനത്തെ അടിച്ചുകൊടുന്ന അവന്മാർക്ക് പിന്നെ റീജനറേഷൻ്റെ പവർ കിട്ടൂല ഗൈസ്. അതെന്തോ അവന്മാർക്ക് എക്സ്ട്രാ പവറും കൊടുക്കും, റീജനറേഷൻ ഇതും കൊടുക്കും ഗൈസ്. ഓക്കെ. നമ്മളങ്ങനെ അതും കാലമൊക്കെ ഫിനിഷ് ചെയ്ത് എന്താ നമുക്കെന്താ ഹെൽപ്പ് ദ ഹാക്കിംഗ് ഗൈഡ്. അത് നമുക്ക് തൽക്കാലം നമുക്ക് അത് എടുക്കാം ഗൈസ്. പോട്ടെ. ചാടിപ്പിടി. ഇതേ കിടക്കണ ഹാക്കിങ് പറക്കടാ. അത് തന്നെ പറക്ക്. നമുക്ക് സ്കിൽസിൽ പോയിട്ട് ഹൽക്കിനെയൊക്കെ 60% ചെയ്തിട്ടുള്ളൂ. ഇവൻ ലോക്ക്ഡാണ് ഗൈസ്. 7-ാം ലെവലിൽ 15-ാം ലെവലിലേക്ക് കിട്ടുള്ളൂ. ആർക്കറിയാം. നമുക്കിനി സ്പൈഡർമാനെ പോയിട്ട് നമുക്ക് ഏതെങ്കിലും സ്കിൽ അൺലോക്ക് ചെയ്യാം ഗൈസ്. കുറച്ച് സ്കിൽ അൺലോക്ക് ചെയ്യാം. നമ്മൾ 45,020 രൂപയുണ്ട്. സ്കിന്ന് നമുക്കിപ്പോൾ ഒന്നും ചെയ്യേണ്ട. മറ്റേത് ലോക്ക്ഡാണ്. ഓക്കെ. നമ്മൾ വേറൊരു സ്കില്ലും കാര്യങ്ങളൊക്കെ 2 സ്കില്ലും പഠിച്ച് 2 സ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേസ്. അത് പിന്നെന്താ നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റേ ഇത് സ്കില്ല്. ഇത് വീഡിയോ ആണല്ലേ. എൻ്റെ പൊന്നെ. നമുക്ക് തൽക്കാലം ഇത് അൺലോക്ക് ചെയ്ത് നമുക്ക് ഹോഡായിട്ട് ഒന്ന് കൂട്ടത്തി വരുമ്പോൾ നമുക്കത് അൺലോക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇതും അൺലോക്ക് ചെയ്യാം. ഇങ്ങനെ കൊടുങ്കാറ്റ് പോലെ അടിക്കണല്ലേ. ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് വരാം ഗൈസ്. ഞാൻ ഇല്ല ഗൈസ്. ഇല്ല. അത് എന്തോ പറ്റണില്ല ഗൈസ്. അത് വീഡിയോ കണ്ടാലേ പറ്റും. എൻ്റെ ഇപ്പം നെറ്റും ഇല്ല. ഗൈസ് നമുക്ക് സെറ്റപ്പ് ആക്കാം ഗൈസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ സെറ്റപ്പ് ആക്കാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇവിടുത്തുള്ള സ്പൈഡറുകൾ എന്തോ സാധനം എന്താ പറയങ്ങോട്ട്. സ്റ്റോപ്പ്. എന്തൊരു എന്താ ദിസ് ക്വസ്റ്റ്യൻ ഉണ്ടോ ഇവിടെ. നോ. എന്താ ഇല്ല. നെവർ. ഓക്കെ. യെസ്. ഹോംവർക്ക് നമ്മൾ ആക്കി വിടണമെന്ന് തോന്നുന്നു. നമ്മൾ ആക്കി വിട്ടതാന്നു. ഇതെങ്ങോട്ട് പോകണം? ആദ്യം അവിടെ എത്തണം. ഞാൻ എപ്പോഴേ എത്തി.
ഇതിപ്പോൾ എന്താ സംഭവം? നമ്മളവിടെ ആ ഗീളെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ രക്ഷിക്കണം, അതാണല്ലേ. അവിടെ എന്തോ ഒരു മരിച്ച ആളുടെ ബോഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പോച്ച് അവരെന്ത് റോബോട്ട് എന്തോ ആണെന്ന് തോന്നുന്നു ഗൈസ്. അതൊക്കെ പോച്ച്. നമുക്കിപ്പോൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. അതായത് അവരെ അടിച്ച് കൊടുക്കുക ഗൈസ്. കണ്ട എന്താ അവളത് ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ അടിച്ചത് കഴിഞ്ഞു, വിഷയം കഴിഞ്ഞു. ഒരു ഓടിപ്പോ 2 പേര് ഓടി പോണ്. ശരി പോകാം. എന്തൊരു ഭൂതോ? നമ്മുടെ ഫോണിൽ എന്തോ ട്രാക്കർ പോലത്തെ സാധനമൊക്കെ വന്നിട്ടുണ്ട്. തൽക്കാലം നമുക്കത് മാറ്റി വെക്കാം. നമുക്ക് ക്ലെയിം അതൊക്കെ കിട്ടി. 3 ദിവസമാണ്. എനിക്ക് പിന്നെ വയ്യേ. നമുക്കിനി മെയിൻ മിഷനിലേക്ക് ഫോക്കസ് ചെയ്യാം ഗൈസ്. അവിടെ ഒരു മെയിൻ മിഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പോവട്ടെ സിങ്ങിട്ടെ എത്തി ഗൈസ്. നമ്മുടെ പുതിയ അറ്റാക്ക് എടുത്താലോ? അതെങ്ങനെയായിരുന്നു? അയ്യോ മറന്നുമില്ല. എന്ത് നെക്കി പിടിക്കണം? മനസ്സിലായി. ഇത് നെക്കി പിടിക്കണം ഗൈസ്. നമ്മൾ മറ്റേ ഡോഡ്ജ് ചെയ്യണ പറ്റൻ നെക്കി പിടിച്ചാൽ മതി. ഇതല്ലെന്ന് ഡോഡ്ജ് ചെയ്യണ പറ്റൻ. ഇവന് ആവശ്യമില്ലാത്ത സമയത്ത് എല്ലാത്തിലും കയറിയിരിക്കും. എവിടെയാ ഡോഡ്ജ് ചെയ്യണ പറ്റൻ നെക്കി പിടിച്ച അത് തന്നെ. ആർക്കും കൊണ്ടില്ല, കാണിച്ചുതരാം. യെസ് ഇങ്ങനെ നെക്കി പിടിച്ച എല്ലാവർക്കും ഉപയോഗമാണ്. അത് മാസമായിരുന്നു കേട്ടോ. ഇനി ചവിട്ടി ഇവന് കൊള്ളു. മതി. ഒന്നുകൂടി മതി. ഇനി ചെയ്ത സീനോ. നമുക്ക് ഈ മരക്കാലം അടിച്ചിടാം. പിന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യില്ല. ഇപ്പോൾ രണ്ട് മറ്റേ വെബ് ഇടണം, ഓട്ടോമാറ്റിക് വെബ് ഇടുന്ന സാധനം നമുക്ക് വെക്കാൻ പറ്റും ഗൈസ്. അതൊരു അഡ്വാൻറ്റേജാണ്. നമുക്ക് ഫൈലോ ക്ലെയിം. നമുക്ക് ഇനി എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ? സ്കിൽസ് ഗ്രേഡ് നമുക്ക് ഇനി നമുക്ക് 2 സാധനം ഇപ്പം അപ്ഗ്രേഡ് ചെയ്യാം. അല്ലെങ്കിലും പറ്റില്ല, മറ്റേ പാസീവാണുള്ളത്. പിന്നെ അതൊക്കെ നമുക്ക് വഴി അടുത്ത എപ്പിസോഡിൽ കാലൊക്കെ ചെയ്യാം. പതിയെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ നമ്മൾ സ്പൈഡർ ഫൈറ്റ് 2 സെക്കൻഡ് പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും ടേക്ക് കെയർ. ബൈ. പറ്റിച്ചില്ലേ? എനിക്കറിയാം ഞാൻ നിങ്ങളെ പറ്റിച്ചു ഗൈസ്. പറ്റിച്ചല്ല ഗൈസ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കാണും ഇവിടെ കുറച്ച് പേരും കൂടി ഉണ്ട് ഗൈസ്. ഇവന്മാരെയൊക്കെ നമുക്ക് അടിച്ച് കൊല്ലാം ഗൈസ്. അടിച്ച് കൊല്ലട പുതിയ എബിലിറ്റി എടുക്കും ഗൈസ്. ഞാൻ അങ്ങനെ വന്നപ്പോഴാണ് ഇവന്മാർ എന്നെ അടിച്ചത്. നമ്മളെ തൊട്ട നമ്മളെ ക്യാരനെ തൊട്ട നമ്മളെ പിന്നെ വിടൂല ഗൈസ്. അത് നിങ്ങൾക്ക് അറിയാമല്ല ഗൈസ്. പിന്നെ ഗൈസ് ഇതിന് മേ ബി ഇനിയൊരു 1-2 എപ്പിസോഡും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഗൈസ്. ഓക്കെ, അത് കാര്യമില്ല. അപ്പോൾ ഗൈസ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ വിളിച്ചുകൊണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ. പിന്നെ അടുത്ത എപ്പിസോഡ് ഇച്ചിരി ഡിലേ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും